ഇന്നൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സദ്യക്കൊക്കെ കഴിക്കാറുള്ള കുറുക്കാളനില്ലേ, ഇന്ന് അതാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. ഞാൻ അഞ്ജലി, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് സ്റ്റോറീസ്. ആദ്യം തന്നെ അപ്പം നമുക്ക് കാളനിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം. ചെമ്പ്രം കൊണ്ടൊരു ഏത്തക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചേന ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ്, ഇതുകൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നടുകെ കീറിയതാണ്, 4 എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ആവശ്യത്തിന് വെള്ളം അങ്ങനെ ചേർക്കാം. ഈ കഷ്ണത്തിന് മുകളിൽ കിടക്കാൻ പാകത്തിന് ഇത്രയും വെള്ളം മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് 3 വിസിൽ വന്നാൽ മതി. അപ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു ചെറിയ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുള്ളതാണ്, അത് ഈ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടെയും ചേർക്കാം. 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വന്നിട്ട് വെന്തിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളൊക്കെ നമുക്ക് ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ചേക്കണത് ചേർക്കാം. അപ്പോൾ ഇത് ഇതുപോലെ വെണ്ണ പോലെ അരഞ്ഞു കിട്ടണം കേട്ടോ. ഇത് ഇനി 1 ടീസ്പൂൺ പഞ്ചസാര അങ്ങനെയും കൂടി ചേർക്കാം. ഏകദേശം അപ്പോൾ 8 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങനെയും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കൊരു 3/4 ലിറ്റർ തൈര് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് കളഞ്ഞ് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കൈ എടുക്കാതെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 10 മിനിറ്റ് ഏകദേശം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഉലുവയും ചേർക്കാം. ഉലുവയൊന്ന് പൊട്ടിക്കഴിയുമ്പം 2 വറ്റൽമുളക് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പില അങ്ങനെയും ചേർക്കാം. ഇനി നമുക്ക് കുറുക്കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇത് നമ്മുടെ കുറുക്കാളൻ റെഡി ആയിട്ടുണ്ട്.
അപ്പം നിങ്ങൾക്ക് എന്തോരം കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അപ്പോൾ വാങ്ങുക. ഇത് നന്നായിട്ട് ഇരുന്ന് കുറുകി പോവും. അപ്പോൾ കുറച്ച് ഒന്ന് ലൂസായിട്ടിരിക്കുമ്പോൾ തന്നെ വാങ്ങി വയ്ക്കുക, വീണ്ടും അല്ലെങ്കിൽ ഇതിരുന്ന് കുറുകും. അപ്പോൾ ഓണത്തിന് എന്തായാലും ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.